കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെയാണ്. ഒരിക്കലും വിദേശയാത്ര ചെയ്യാത്ത പല മലയാളികളും ധരിച്ചു വച്ചിരിക്കുന്നത് ദുബായ് നഗരം ഒരു മരുഭൂമിയാണെന്നും അറബികളൊക്കെ കാടന്മാരാണ് എന്നൊക്കെയാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഇല്ലാതിരിക്കാൻ കാരണം മുതലാളിത്തം പ്രോത്സാഹിപ്പിക്കുവാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർ അനുവദിക്കാത്തതുകൊണ്ടാണ്. KSRTC പോലെയുള്ള വെള്ളാനകളെയും കേരള സർവകലാശാല പോലെയുള്ള യൂസ്ലെസ് സ്ഥാപനങ്ങളെയും തീറ്റിപ്പോറ്റി പാപ്പറായ കേരള സംസ്ഥാനം മുതലാളിത്തത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. തൊഴിലാളി സംസ്കാരത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ നിരന്തരം സംസാരിക്കുന്ന ഗോവിന്ദൻ മാഷുടെ പ്രസംഗം കേൾക്കാൻ ആരും വരാത്തത് എന്തുകൊണ്ടാണ്? അതേസമയം ഗൾഫുകാരനായ മുതലാളി MA യൂസഫ് അലിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളം വികസിക്കുവാൻ മുതലാളിത്ത രാജ്യങ്ങൾ സ്വീകരിച്ച അതേ വഴിയിൽ വലതുപക്ഷത്തേക്ക് തിരിയണമെന്ന് നിരന്തരം അഭിപ്രായപ്പെടുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ തടിച്ചുകൂടുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് കേരളത്തിൻ്റെ ഐശ്വര്യമായിരുന്ന കോഴിക്കോട് നഗരം ഇപ്പോൾ തൊഴിലാളി നേതാക്കൾ ഭരിക്കുന്ന ഒരു വർക്കിംഗ് ക്ലാസ് സിറ്റിയാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളം മാപ്പ് കൊടുക്കുകയില്ല. കേരളത്തിലെ ഏറ്റവും ഉറച്ച വലതുപക്ഷ ചിന്താഗതിക്കാർ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ അനേകം കോടീശ്വരന്മാരുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ പ്രാപ്തിയുള്ളവരാണ് ഈ മലപ്പുറം മുതലാളിമാർ. എങ്കിലും കോഴിക്കോട് നിക്ഷേപം നടത്താൻ വരുന്ന ഈ മുതലാളിമാരുടെ ബെൻസ് കാറുകൾ പുഷ്പ ജംഗ്ഷനിൽ എത്തുമ്പോൾ ചുവപ്പ് ലൈറ്റ് കത്തിച്ച് തടഞ്ഞു നിർത്തി ഇടതുപക്ഷത്തേക്ക് പോകുവാൻ നിർബന്ധിക്കുകയാണ് കോഴിക്കോട്ടുകാർ ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ ശാപമാണ് പുഷ്പ ജംഗ്ഷൻ. കോഴിക്കോട്ടേക്ക് വരുന്ന എല്ലാ മുതലാളിമാരെയും ഇടത്തോട്ട് തിരിക്കുന്ന പുഷ്പ ജംഗ്ഷൻ ഉടച്ചു വാർക്കുകയും വലത്തോട്ട് സിഗ്നൽ കൊടുക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യാതെ ഈ നഗരം രക്ഷപ്പെടുകയില്ല. ഗൾഫിലെ മലയാളികൾ മുതലാളിത്തം ഇഷ്ടപ്പെടാൻ കാരണം അറബികൾ മുതലാളിത്തം തിരഞ്ഞെടുത്തതുകൊണ്ട് ഈ മേഖലയിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായി എന്ന സത്യം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. സമരം ചെയ്യാൻ സൗദി അറേബ്യ CITUക്കാരെ ക്ഷണിച്ചു വരുത്താത്തത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സമരങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാത്ത കറകളഞ്ഞ മുതലാളിത്ത വ്യവസ്ഥിതി സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഭരിച്ചിരുന്ന കാലത്ത് കാബൂൾ നഗരത്തിൽ മികച്ച സൂപ്പർ മാർക്കറ്റുകളും കോഫി ഷോപ്പുകളും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ അമേരിക്കൻ രാഷ്ട്രപതി ജോ ബൈഡൻ അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെ താലിബാൻ ഭരണത്തിന് വിട്ടുകൊടുക്കുകയും ഭീരുത്വം കാണിക്കുകയും ചെയ്ത നടപടി അമേരിക്കൻ ജനതയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മുസ്ലിം രാജ്യങ്ങൾക്ക് സൈനിക സംരക്ഷണവും ബിസിനസ് പുരോഗതിയും ഉറപ്പുവരുത്തിയിരുന്ന ഡൊണാൾഡ് ട്രംപ്, രാജാക്കന്മാരുടെ രാജാവായ ഡൊണാൾഡ് ട്രംപ് ലോകം മുഴുവൻ ഒരു വലതുപക്ഷ വസന്തം ആരംഭിക്കുകയും ലുലു സൂപ്പർ മാർക്കറ്റ് പോലെ സമ്പത്തും സമൃദ്ധിയും തുളുമ്പുന്ന മനോഹരമായ ഒരു പുതിയ ലോകം പിറവിയെടുക്കുമെന്നും നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ കേരളത്തിലെ മലയാളികളെക്കാൾ വിവരമുള്ളവരും ലോകം കണ്ടവരുമാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിലെ പോലെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പറ്റാത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഗൾഫിലെ ഹോസ്റ്റലുകളിൽ എയർ കണ്ടീഷണറിൻ്റെ സംരക്ഷണയിൽ കൂടുതൽ സമയം യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങൾ വീക്ഷിക്കുന്നതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ ഐഡിയയുണ്ട്. കേരളത്തിലെ മലയാളികൾ മംഗലാപുരവും കോയമ്പത്തൂരുമല്ലാത്ത ഒരു പുറം ലോകം എന്താണ് എന്ന് അറിയാത്തവരാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പിന്നോക്ക പ്രദേശങ്ങളായി എഴുതിത്തള്ളുകയാണ് കേരളത്തിലെ മലയാളികൾ ചെയ്യുന്നത്. എന്നാൽ ഗൾഫിലെ മലയാളികൾ മൊറോക്കോ മുതൽ ഈജിപ്റ്റ് വരെയും ലബനോൻ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയും പരന്നുകിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ അടിക്കടി മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേരിട്ട് പഠിക്കുവാൻ അവസരം ലഭിച്ചവരാണ്. അതുകൊണ്ട് കേരളത്തിലെ മലയാളികളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധം പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഉണ്ടെന്നും അവർക്കറിയാം. സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് മുതലാളിത്തത്തെ തകർക്കുമെന്നും ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും ഈ മേഖലയിലുള്ളവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് സാമ്പത്തിക പുരോഗതിയും സുസ്ഥിര ഭരണവും ഉറപ്പുവരുത്താൻ വേണ്ടി സൗദി അറേബ്യൻ മാതൃകയിലുള്ള ഗവൺമെൻറ്റുകളാണ് കുറെ കൂടി അനുയോജ്യമായിട്ടുള്ളത് എന്ന് ഗൾഫിലെ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ രാഷ്ട്രീയം പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിലും മിഡിൽ ഈസ്റ്റിലെയും വടക്കൻ ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ സ്റ്റാൻഡേർഡുകളാണ് എടുത്തിട്ടുള്ളത്. പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മിക്കവാറും എല്ലാ മുസ്ലിം രാജ്യങ്ങളും നിഷേധിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി അധികാരത്തിലിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും മുഴുവൻ അധികാരവും കൈയാളുന്ന ഒരു രീതിയാണ് മുസ്ലിം രാജ്യങ്ങളിൽ പൊതുവെ നിലവിൽ വന്ന് കാണുന്നത്. സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുവാനോ ചർച്ച ചെയ്യുവാനോ ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ കൊടുക്കാറില്ല. വാസ്തവത്തിൽ യൂറോപ്യൻ നിലവാരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ കൈവരിക്കുവാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോഴും സാധിക്കാത്തത് ഒരു ചാലഞ്ചായി നിലനിൽക്കുന്നു.